മിനിസ്റ്റർ, ഈ ബാറുകളുടെ പ്രവർത്തന സമയം 12 മണിയിലേക്ക് ദീർഘിപ്പിച്ചത് ഈ ഇടതുമുന്നണിയുടെ ഒരു മുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണ് എന്നും മന്ത്രിസഭ അറിയാതെ മുഖ്യമന്ത്രി നേരിട്ടെടുത്തൊരു തീരുമാനമാണ് എന്നുള്ളതാണ്. അല്ല, അത് നിങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ചോദിച്ചാൽ വ്യക്തതയോടുകൂടി തന്നെ മറുപടി കിട്ടും. മന്ത്രിസഭയിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നോ? അല്ല, മന്ത്രിസഭയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണോ എന്ന് ആദ്യം വ്യക്തത വരുത്തേണ്ടി വരുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയോട് ചോദിച്ചാൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ വിശദീകരണം കിട്ടും. അത് ചിലപ്പോൾ സാങ്കേതികമായ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രിസഭയുടെ നയപരമായിട്ട് വരേണ്ടതുണ്ടോ, അത് നിങ്ങൾ എക്സൈസ് വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, ചോദിച്ചാൽ വ്യക്തമായ മറുപടി കിട്ടും. ഏത് കൂടുതൽ മദ്യപന്മാർ വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്? അല്ല, അത് അതിന്റെ വിശദാംശങ്ങൾ അവർ പറയും. ഇപ്പൊ നമ്മുടെ ഭിന്നശേഷി നിയമനത്തിൽ ശിവൻകുട്ടി മിനിസ്റ്റർ വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലോ. നമ്മൾ സുപ്രീം കോടതി വിധി വന്നു, അത് NSSന് മാത്രമായി വന്നു, അതെല്ലാവർക്കും ബാധകമാക്കാൻ സുപ്രീം കോടതി പോയപ്പോൾ കേസിലുള്ള കക്ഷികൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് വേണ്ട, പതുക്കെ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ആ വിധി ബാധകമാക്കുന്ന ഇത്തരം ഒഴിവുകൾ ഇട്ട് ബാധകമാക്കുന്ന ഒന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്നലെ നിങ്ങൾ പറഞ്ഞ ഒരു വിധിയുണ്ടല്ലോ ഹൈക്കോടതിയുടെ, അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉളവാക്കുന്ന ഒന്നാണ്. എന്നെങ്കിലും ഭരണത്തിൽ വരുമെന്ന് കരുതുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത നിഗമനങ്ങളാണ് ആ വിധിക്കകത്തുള്ളത്. അത് ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് പരിശോധിക്കുന്നത്. കാരണം ഒരു ഗവൺമെന്റിന് ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്ര വാഹനങ്ങൾ വേണ്ടി വരും, അപ്പോൾ നമ്മൾ അതിന് 10 കോടി കണ്ടു, പക്ഷെ അതെല്ലാം വരുമ്പോൾ 20 കോടിയായി. അപ്പോൾ അഡീഷണൽ ആയിട്ട് അലോക്കേഷൻ വേണം. ഇതനുസരിച്ച് അപ്പം തന്നെ ഉടൻ തന്നെ മന്ത്രിസഭ തീരുമാനിച്ച് പിന്നെ നിയമസഭ വിളിച്ചു കൂട്ടണം ഇത് അംഗീകരിക്കുക. അപ്പോൾ അങ്ങനെയാകും ഭരണം തന്നെ ഒരു സ്ഥലത്തും കേന്ദ്രത്തിലും കേരളത്തിലും മറ്റ് സംസ്ഥാനത്തും നടത്താൻ പറ്റാത്ത ഒരു നിഗമനങ്ങളാണ് ഈ വിധിയിലുള്ളത്. അത് ദൂരവ്യാപക പ്രത്യാഘാതം ഭരണത്തെക്കുറിച്ചുണ്ടാവും. ഭരണത്തിലേക്ക് വരും എന്ന് കരുതുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്ന് മാത്രമല്ല ഗവേണൻസ് തന്നെ പ്രതിസന്ധിയിലാക്കുന്ന വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതും സംസ്ഥാന ഗവൺമെന്റുകൾ പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ ഈ പൊതു തത്വത്തിൻ്റെയും ഭരണഘടനാനുസൃതമായിട്ടാണ്. സുപ്രീം കോടതിയും അത് സംബന്ധിച്ചുള്ള അനുമാനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതീവ ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഭരണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ ഭാവിയിലും ഇടം നൽകുന്ന കാര്യങ്ങൾ ആ വിധിയിലുണ്ട്. അത് വിശദമായി പഠിച്ച് ഗവൺമെന്റ് തുടർ നടപടി സ്വീകരിക്കും. അത് ഞാൻ പറഞ്ഞു, അത് വിശദമായി എന്തായാലും നമുക്ക് അത്തരമൊരു വിധി നിൽക്കുമ്പോൾ ഒരു ഗവൺമെന്റിനും പ്രവർത്തിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കാരുണ്യ ചികിത്സ ഒരു 100 കോടി വകയിരുത്തി, പക്ഷേ ചികിത്സയ്ക്ക് 150 കോടി വേണ്ടി വന്നു. അത് ക്യാബിനറ്റ് അംഗീകരിച്ചാൽ പിന്നെ വീണ്ടും നിയമസഭ വിളിക്കണം. സാധാരണ ഇതെല്ലാം സപ്ലിമെന്റ് ഗ്രാന്റിൽ വരും, നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കും. ചിലപ്പോൾ വേറെ ഗവൺമെന്റ് UDF ഗവൺമെന്റ് സമയത്തുള്ളത് LDF ഭരിക്കുമ്പോൾ അത് റാറ്റിഫൈ ചെയ്ത് നിയമസഭയുടെ മുൻപിൽ വയ്ക്കും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നു, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുന്നു. അപ്പോൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് കൂടി ബഡ്ജറ്റിൽ കണ്ടത്ര എമൗണ്ട് ആയിരിക്കില്ല. അല്ലെങ്കിൽ മെഡിക്കൽ കോർപ്പറേഷൻ മരുന്ന് വാങ്ങിക്കണം, ആ മരുന്ന് വാങ്ങിക്കാനായിട്ട് കണ്ടതിപ്പോൾ ഒരു 200 കോടിയാണ്. പക്ഷെ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ അതിനാവശ്യമായതിനേക്കാൾ കൂടുതൽ പണം വേണ്ടി വന്നു. അത് ഗവൺമെൻറ് വകുപ്പ് അംഗീകരിച്ച് ക്യാബിനറ്റ് കണ്ടാൽ പിന്നെ അതെല്ലാം തന്നെ റാറ്റിഫൈ ചെയ്ത് നിയമസഭയിൽ വെച്ച് തന്നെ ചെയ്യുക. ഓരോന്നും നിയമസഭയിൽ തന്നെ വയ്ക്കണം. തൊട്ടടുത്ത് ആ രൂപത്തിലേക്ക് വന്നാൽ പിന്നെ ഭരണം തന്നെ ഒരു കാര്യത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ അതീവ ഗൗരവമായിട്ടുള്ള സുപ്രീം കോടതി തന്നെ ഇത്തരം കാര്യങ്ങളിൽ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടെ ചിലത് കാണുന്നുണ്ട്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് അദ്ദേഹം പറഞ്ഞ പശ്ചാത്തലം അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. അദ്ദേഹമല്ലേ അത് സംബന്ധിച്ച് പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞതിൻ്റെ നിങ്ങൾ കാണേണ്ടത് അല്ല, ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് ഏതാണ്, എത്ര കോണ്ടക്സ്റ്റിലാണ്, എത്ര പറഞ്ഞു, എത്ര കൊടുത്തു എന്നൊന്നും ഇപ്പം എൻ്റെ മുമ്പിലില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അതൊരു വിശദീകരണം ചോദിക്കാവുന്നതാണ്. അല്ല, അത് കേരള സ്റ്റോറി നമ്മൾ നാട് മനസ്സിലാക്കിയതാണല്ലോ. ബോധപൂർവമായിട്ടുള്ള അത്തരം ശ്രമങ്ങൾ പലതരത്തിൽ വരും. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾ തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലാകും. റിയൽ കേരള സ്റ്റോറി നാട് കാണുന്നുണ്ടല്ലോ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഫറൂഖ് അബ്ദുള്ള വന്ന് പ്രസ്താവിച്ചു കണ്ടല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രി ആശ്ലേഷിച്ചതിൻ്റെ ആ ഒരു വൈകാരികമായ കേരളം എത്രത്തോളം
ഈ ഭരണ സംവിധാനങ്ങൾ, നമ്മുടെ നാട് അതിനെ എത്രമാത്രം ഈ ദേശീയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നല്ലോ. അപ്പോൾ മണിശങ്കരയ്യർ പറഞ്ഞത് കണ്ടല്ലോ, കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ള നിലപാടുകൾ, നിഗമനങ്ങൾ അതെല്ലാം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഒറിജിനൽ കേരള സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി ലോകത്തിന് മുൻപിൽ വളരെ വിസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സ്റ്റോറി പടച്ചിറക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. പുറത്ത് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ഇനി അത്ര സാധ്യമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്.